വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് പാർട്ടികളിലൊക്കെ നമുക്ക് സ്റ്റാർട്ടറായിട്ട് കൊടുക്കാൻ പറ്റിയതും അല്ലെങ്കിൽ പാർട്ടികളിലൊക്കെ നമുക്ക് മെയിൻ ഡിഷായിട്ടൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതുമായിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഫങ്ഷൻസൊക്കെ വരുമ്പോൾ നമുക്ക് ജ്യൂസിൻ്റെ കൂടെ ഈ ഒരു ഐറ്റവും കൂടി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഗസ്റ്റിനെ കുറച്ചും കൂടി ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പെന്നെ പാസ്തയാണ് മെയിനായിട്ട് വേണ്ടത്. ഞാനിവിടെ വേവിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ പാസ്ത, പെന്നെ പാസ്ത വേവിച്ചിട്ട് അവിടെ മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് പിസ്സ സോസ്. പിസ്സ സോസ് ഇല്ലെങ്കിൽ കെച്ചപ്പിൽ കുറച്ച് ഒറിഗാനോ മിക്സ് ചെയ്ത് എടുത്താലും മതിയാവും. പിന്നെ കുറച്ച് ഒലീവ്സും ക്യാപ്സിക്കനൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കളേഴ്സായിട്ട് വരുന്ന ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ചെറുതായി കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കബാബ് സ്റ്റിക്കിലേക്ക് ഈ ഒരു പാസ്ത നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയാണ്. പാസ്ത വേവിക്കുന്നത് ഇതിൽ പ്രത്യേകം കാണിച്ചിട്ടൊന്നുമില്ല, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. വെള്ളത്തിൽ ഉപ്പും കുറച്ച് വെജിറ്റബിൾ ഓയിലൊക്കെ ചേർത്തിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഡ്രെയിൻ ചെയ്തെടുക്കാം. നോർമൽ നമ്മൾ മക്രോണിയൊക്കെ വേവിക്കും പോലെ അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള പാസ്ത. അത് പല പാസ്തക്കും പല കുക്കിംഗ് ടൈം ആയിരിക്കും. ചിലപ്പോൾ 10-15 മിനിറ്റ് കൊണ്ട് കുക്കാകുന്ന പാസ്തയുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ ഈ കബാബ് സ്റ്റിക്കിലേക്ക് ഈ പെന്നെ പാസ്ത ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിത് ഇത്രയും കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. നമ്മളിതൊരു പിസ്സൻ്റെ ടേസ്റ്റാണ്. നമ്മൾ പിസ്സ ബേസിന് പകരമാണ് ഈ പെന്നെ പാസ്ത ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ പിസ്സയൊക്കെ ഉണ്ടാക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ്. ഇനി ഇതിൻ്റെ മേലയിൽ നമ്മൾ പിസ്സ സോസാണ് ആഡ് ചെയ്യുന്നത്. പിസ്സ സോസ് ഇല്ലെങ്കിൽ കെച്ചപ്പിൽ ഒറിഗാനോയും കുറച്ച് ചില്ലി ഫ്ലെക്സ് ഒക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ടുള്ള പിസ്സ സോസായി. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും. ഇനി നമുക്ക് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒലീവ്സും ക്യാപ്സിക്കനൊക്കെ വെച്ച് കൊടുക്കുന്നത്. കുറച്ചും കൂടി നമുക്ക് വരുന്ന ഗസ്റ്റിനെ ഇമ്പ്രസ് ചെയ്യാൻ കുറച്ച് കളർഫുള്ളാകുമ്പോൾ കുറച്ചും കൂടി രസമുണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിലിപ്പം ബ്ലാക്ക് ഒലീവ്സും കുറച്ച് കോണൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാ സ്റ്റിക്കിൻ്റെ മേലയിലും ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലയിലാണ് നമ്മൾ ഒലീവ്സ്, ക്യാപ്സിക്കന്, കോണ്, അതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസൊക്കെ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനും ചീസും മാത്രം ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. കുറച്ചും കൂടി നല്ലൊരു കളർഫുള്ളാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒലീവ്സും മറ്റേ കോൺസ് അതൊക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം, ഉള്ളി വെച്ച് കൊടുക്കാം. നമ്മൾ നോർമലി പിസ്സ ഒക്കെ ചെയ്യും പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. അത് അവരവരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ പിസ്സ സോസ്, ചീസ്, ചിക്കൻ ഫ്രൈ അത്ര ചെയ്താലും മതിയാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടറായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഈ നോമ്പിന് പറ്റിയിട്ടുള്ള സ്നാക്സ് റെസിപ്പിയും പുഡിംഗ് റെസിപ്പീസും ഒക്കെ നമ്മൾ ഇതിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ ഇതിൻ്റെ മേലയിൽ കുറച്ചും കൂടി ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ചിക്കനും ഒലീവ്സ് അതൊന്നും വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് വരാം. ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന ഒരു സമയം നിങ്ങൾ ഗസ്റ്റിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ആദ്യം റെഡിയാക്കി വെച്ചതിന് ശേഷം അവർ വരുന്ന ഒരു ടൈം ആകുമ്പോൾ അല്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓവനിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ഈ ചീസ് മെൽറ്റ് ചെയ്തെടുത്താൽ മതിയാവും. പിസ്സ പാസ്ത സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.